നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. പുതുതലമുറ, അതായത് ന്യൂജൻ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നില്ല എന്നത് ഗുണകരമാണോ അതോ ദോഷമാണോ? ഫലം സമ്മിശ്രമാണ്. ഇവർ വരാത്തതിന് പ്രധാന കാരണം കേരള രാഷ്ട്രീയത്തിലെ ഒട്ടും തന്നെ മാറാത്ത പ്രവർത്തന ശൈലിയാണ്. അഴുകിനാറിയ മുദ്രാവാക്യങ്ങളും തലച്ചോറ് മരവിക്കുന്ന നീളൻ പ്രസംഗങ്ങളും സ്വാർത്ഥതയും തമ്മിലടിയും നുണപറച്ചിലും തുടങ്ങി പുതുതലമുറയെ ആകർഷിക്കുവാനുള്ള ഒന്നും തന്നെ കാലപ്പഴക്കം ചെന്ന ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഇല്ല എന്നതാണ് സത്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി. അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മലയാള സാഹിത്യകാരൻ സക്കറിയ മലയാള മനോരമ ദിനപത്രത്തിൽ പങ്കുവച്ച ചില കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ കാലഹരണപ്പെട്ടതും പ്രാകൃതവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് അവർ എന്നാണ് തിരിച്ചറിയുക. തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നതോടെ മലയാളികളുടെ ജീവിതങ്ങൾ കുറേയേറെ ദിവസങ്ങൾ രാവും പകലുമെന്ന വ്യത്യാസമില്ലാതെ നിർദ്ദയമായി കയ്യേറപ്പെടാൻ പോവുകയാണ്. മരണാസന്നരായ രോഗികൾ ശയിക്കുന്ന ആശുപത്രിയെന്നോ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളെന്നോ പോലുമുള്ള പരിഗണനയോ സാമാന്യ മര്യാദയോ കാണിക്കാത്ത പാർട്ടികളുടെ പ്രചാരണ തന്ത്രങ്ങളുടെ ഘോരഗർജനങ്ങൾ നമ്മെ ആഞ്ഞടിക്കാൻ പോകുന്നു. അവരുടെ ശക്തി പ്രകടനങ്ങൾ നമ്മുടെ പാതകളെ, പൗരന്മാരുടെ ജീവൻ മരണ യാത്രകളെപ്പോലും മുടക്കിക്കൊണ്ട് വിഴുങ്ങും. പരസ്പര സംഘടനകൾ സാമൂഹിക സമാധാനത്തെ അടിച്ചുടയ്ക്കും. രക്തച്ചൊരിച്ചിലുകൾ സമൂഹത്തെ കളങ്കപ്പെടുത്തും. ചുവരെഴുത്തുകളും പോസ്റ്ററുകളും ഫ്ലക്സുകളും ജനജീവിത ഇടങ്ങളെ ബഹുമുഖ മലിനീകരണത്തിൽ ആഴ്ത്തും. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ആരാണെന്നും അവരുടെ പരിതാപകരമായ പ്രവർത്തന ചരിത്രം എന്താണെന്നും അറിയില്ലാത്ത വോട്ടവകാശികളും സാമാന്യ ബുദ്ധിയുള്ളവരുമായ മലയാളികൾ ചുരുക്കമാണ്. വാഗ്ദാന ലംഘനങ്ങളുടെയും ഭരണപരാജയങ്ങളുടെയും നീണ്ട ചരിത്രത്തിന് ദൃക്സാക്ഷികളും ഇരകളും കൂടിയാണ് മലയാളികൾ. ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനം ശരാശരി മലയാളി എന്നേ എടുത്തു കഴിഞ്ഞു. ആ തീരുമാനമെടുക്കുന്നത് ഉച്ചഭാഷിണികളുടെ അലറൽ മയങ്ങിയോ, സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡിന്റെ വലിപ്പം കണ്ടോ, പ്രകടനങ്ങളുടെ ആൾബലം നോക്കിയോ അല്ല. മറിച്ച് അവരുടെ കച്ചിത്തുരുമ്പാണ് തെരഞ്ഞെടുപ്പ്. വാടിപ്പോയ പ്രത്യാശകൾക്ക് ഒരവസരം കൂടി അവർ നൽകുകയാണ്. ഇത്തവണയെങ്കിലും എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷ. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഓരോ തെരഞ്ഞെടുപ്പും ശബ്ദദൃശ്യ അന്തരീക്ഷ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെയും സാമൂഹിക ജീവിത കയ്യേറലിൻ്റെയും നരകമാക്കി മാറ്റുകയാണ്. നിരവധി തെരഞ്ഞെടുപ്പുകൾ പിന്നിട്ടെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനദ്രോഹപരമല്ലാത്ത രീതികൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ ഇനിയും കഴിയുന്നില്ല. അധികാരമെന്ന ഒറ്റ ചിന്തയ്ക്കും അപ്പുറത്തേക്ക് അവരുടെ തലച്ചോറുകൾ സഞ്ചരിക്കുന്നില്ല. ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് പുകഴ്ത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പുകൾ കൂസലില്ലാത്ത അവകാശ ലംഘനങ്ങളുടെ ഉത്സവമായി മാറുകയാണ്. നാം ഇനി എന്നാണ് മാറുക? ന്യൂസ് ഡെസ്ക്, ചാനൽ 91.